മലയാള സിനിമ നാളുമായിട്ട് വിഷ്ണു ചേട്ടനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു. എന്നാൽ പിന്നെ അതൊരു കണ്ടന്റ് ആക്കാമെന്ന് കരുതി. മലയാള സിനിമയിൽ എല്ലാ തലമുറയിലും ചില അഭിനേതാക്കൾ ഉണ്ടാകും. പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്ന മുഖങ്ങൾ. അതിന് നായകവേഷം ചെയ്യണമെന്ന് പോലുമില്ല. നല്ലൊരു സീൻ കിട്ടിയാൽ അത് തന്നെ ധാരാളം. അങ്ങനെയുള്ള 3 പേരാണ് ബാലു വർഗീസ്, സൗബിൻ ഷാഹിർ, സിജു വിൽസൺ. ഒരാൾ കോമഡിയിലൂടെ, ഒരാൾ സ്വാഭാവിക അഭിനയത്തിലൂടെ, മറ്റൊരാൾ നായകനായി പതിയെ വളർന്നുകൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ കരിയറിന് പഴയ വേഗത നഷ്ടമായത്? ബാലു വർഗീസ് 2005-ൽ ദിലീപേട്ടന്റെ ചാന്തുപൊട്ട് എന്ന സിനിമയിൽ കുമാരന്റെ ചെറുപ്പകാലം ചെയ്തുകൊണ്ടായിരുന്നു ബാലുവിന്റെ തുടക്കം. ആദ്യകാലത്ത് ചെറിയ കഥാപാത്രങ്ങളായിരുന്നു പുള്ളിക്ക് കിട്ടിയിരുന്നത്. പാപ്പിയപ്പച്ച, മാണിക്കക്കല്ല്, കോബ്ര പോലുള്ള സിനിമകളിലെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള റോളുകളായിരുന്നു. 2013-ൽ വന്ന ഹണിബിയിലൂടെ പുള്ളിക്ക് ഒരു മുഴുനീള വേഷം കിട്ടി. ആസിഫ് അലി, ഭാവന, ശ്രീനാഥ് വാസി എന്നിവർക്കൊപ്പം ബാലുവും യുവാക്കളുടെ പ്രിയപ്പെട്ട നടനായി മാറി. പിന്നീട് ഇതിഹാസ ഹണീബി 2, ചങ്സ്, വിജയ് സൂപ്പറും പൗർണമിയും, ഓപ്പറേഷൻ ജാവ, ജാനേമാൻ, ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു. കിങ് ലയർ എന്ന സിനിമയിൽ ദിലീപേട്ടനോടൊപ്പം കോമഡിയിൽ കട്ടയ്ക്ക് നിന്നു. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല. സുഹൃത്ത്, കോമഡി, നായകന്റെ കൂട്ടുകാരൻ, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവസരങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് മികച്ച നടനാണെങ്കിലും വലിയ സ്റ്റാർഡത്തിലേക്ക് എത്താൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. പുള്ളി വ്യത്യസ്തമായി ചെയ്ത കഥാപാത്രങ്ങളായിരുന്നു ജാനേമാനിലും മഹാറാണിയിലും. മഞ്ഞുമൽ ബോയ്സിലും നല്ല വേഷമായിരുന്നെങ്കിലും ഒരുപാട് ആളുകൾ വേറെയും ഉള്ളതുകൊണ്ട് ബാലുവിന് മാത്രമായിട്ട് അത്ര ശ്രദ്ധ പോയില്ല. പുള്ളിയുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ നല്ല വേഷങ്ങൾ ഇനിയും വരുമെന്ന് ഉറപ്പാണ്. പിന്നെ പല്ലോട്ടിയിൽ ചെറുതാണെങ്കിലും ബാലുചേട്ടനും കൂടി വന്നപ്പോൾ ആ പടത്തിന്റെ ഭംഗി കൂടി എന്ന് വേണം പറയാൻ. സൗബിൻ ഷാഹിർ പുള്ളിയുടെ സിനിമായാത്ര വർഷങ്ങളോളം അദ്ദേഹം സിദ്ദിഖ്, രാജീവ് രവി, അമൽ നീരദ് തുടങ്ങിയ സംവിധായകരുടെ അസിസ്റ്റന്റായിട്ടായിരുന്നു. അതിനു മുമ്പ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വിയറ്റ്നാം കോളനി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, കാബൂളിവാല എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷം പാണ്ടിപ്പട, ബോഡിഗാർഡ്, ഉറുമി പോലുള്ള സിനിമകളിലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത ചെറിയ പാസിംഗ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാദടിയ, അന്നയെ റസൂലും, 5 സുന്ദരികൾ, യോബിന്റെ പുസ്തകം പോലുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് പതിയെ കയറി വന്ന സൗബിക പ്രേമത്തിൽ ശിവൻ സാർ എന്ന കഥാപാത്രത്തിലൂടെയാണ് വളരെ സ്വീകാര്യത പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തത്. മഹേഷിന്റെ പ്രതികാരം, കലി, പറവ, സുഡാനി ഫ്രം നൈജീരിയ, കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസ്, ഇങ്ങനെ തുടർച്ചയായ മികച്ച സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇതിനിടയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത പറവ ഇന്നും മലയാള സിനിമകളിൽ ചർച്ചയാകാറുള്ള ഒരു സിനിമയാണ്. 2016 മുതൽ 2020 വരെ സൗബിൻ ഉണ്ടായിരുന്ന സിനിമകൾക്ക് പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരുന്നു. വൈറസിലെ പുള്ളിയുടെ അഭിനയമൊക്കെ അന്ന് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. അമ്പിളി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള ഹിറ്റ് സിനിമകളിൽ നായകനായും ശ്രദ്ധ നേടി. പക്ഷേ പിന്നീട് ഒരുപാട് സിനിമകളിൽ നായകനായും മറ്റു കഥാപാത്രമായും ഒക്കെ വന്നെങ്കിലും ഭീഷ്മ, രോമാഞ്ചം, ഇലവീഴ പൂഞ്ചിറ പോലുള്ള ചുരുക്ക സിനിമകൾ മാത്രമേ ഹിറ്റാവുകയും ആളുകൾക്കിടയിൽ ശ്രദ്ധ കിട്ടുകയും ചെയ്തിട്ടുള്ളൂ. തുടർച്ചയായി നിരവധി സിനിമകൾ ചെയ്തതോടെ കഥാപാത്രങ്ങളിൽ ആവർത്തനം ഉണ്ടെന്ന വിമർശനവും ഉയർന്നു. അതുകൊണ്ട് പഴയ ഹൈപ്പ് കുറയാൻ തുടങ്ങി. പിന്നീട് 2024-ൽ മഞ്ഞുമൽ ബോയ്സ് എത്തി. വീണ്ടും സൗബിൻ വലിയ വിജയത്തിന്റെ ഭാഗമായെങ്കിലും ആ വിജയത്തിന് ശേഷം പഴയ പോലെ തുടർച്ചയായ ശക്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. ഇതിനിടയിൽ മഞ്ഞുമൽ ബോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും തമിഴിൽ രജനീകാന്തിനോടൊപ്പം കൂലിയിൽ പ്രധാന വില്ലനായി വരികയും ചെയ്തു. ഓതിരം കടകം എന്നൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമെന്ന് കേട്ടിരുന്നു. പിന്നെ അതിനെക്കുറിച്ചും വിവരമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും പുള്ളിയുടെ പഴയ പ്രതാപത്തോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. സിജു വിൽസൺ ടെലിവിഷനിലൂടെയാണ് സിജുവിനെ മലയാളികൾ ആദ്യം കാണുന്നത്. പിന്നീട് പ്രേമം പോലുള്ള സിനിമകൾ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. ഹാപ്പി വെഡ്ഡിംഗ്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള, തൊബാമ, മറിയം വന്ന് വിളക്കൂതി എന്നിങ്ങനെ നിരവധി സിനിമകൾ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ 19-ാം നൂറ്റാണ്ടായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത നല്ല ഹൈപ്പോടെ വന്ന ചിത്രം അദ്ദേഹത്തെ നായകൻ എന്ന നിലയിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ പ്രതീക്ഷിച്ച ബോക്സ് ഓഫീസ് വിജയം ലഭിച്ചില്ല. സിജുചേട്ടൻ നന്നായി കഷ്ടപ്പെട്ടിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. അതിനുശേഷം വലിയ സിനിമകളും ശക്തമായ കഥാപാത്രങ്ങളും കുറവായി. വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ച നിവിൻ പോളി, അജു വർഗീസ്, സൈജു കുറുപ്പ് എല്ലാവരും ഒന്നിച്ച സാറ്റർഡേ നൈറ്റും വലിയ ഫ്ലോപ്പായി മാറി. 2024-ലും കുറച്ച് സിനിമകൾ ചെയ്തുവെങ്കിലും ഒന്നും വേണ്ട വിജയം നേടാനായില്ല. ശേഷം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തു. പടവും ഹിറ്റായി. കഴിവുള്ള ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിയാൽ പുള്ളിയും മോശമാക്കില്ല. ഇനിയും നല്ല വേഷങ്ങൾ കിട്ടട്ടെ. മലയാള സിനിമ ഇന്ന് വളരെ വേഗത്തിൽ മാറുകയാണ്. ഓരോ വർഷവും പുതിയ അഭിനേതാക്കൾ എത്തുന്നു, പുതിയ സംവിധായകർ വരുന്നു. മത്സരം മുമ്പത്തേക്കാൾ ശക്തമാണ്.
അതുകൊണ്ട് ഒരു നടന് കഴിവ് മാത്രം പോരാ, ശരിയായ സമയത്ത് ശരിയായ സിനിമ തിരഞ്ഞെടുക്കാനും കഴിയണം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 പേരും മോശം അഭിനേതാക്കളല്ല, അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടുമല്ല ഇന്ന് പഴയ പോലെ തിളങ്ങാത്തത്. ചില തെറ്റായ തിരഞ്ഞെടുപ്പുകൾ, ചില നഷ്ടപ്പെട്ട അവസരങ്ങൾ, സിനിമയുടെ മാറിയ ട്രെൻഡുകൾ, ഇതൊക്കെയാണ് അവരുടെ കരിയറിന്റെ വേഗത കുറച്ചത്. പക്ഷേ മലയാള സിനിമയിൽ ഒരു നല്ല കഥാപാത്രം മതി എല്ലാം മാറാൻ. ഒരൊറ്റ സിനിമ കൊണ്ട് ഒരു നടന്റെ കരിയർ വീണ്ടും ഉയർന്നേക്കാം. അതുകൊണ്ട് തന്നെ ബാലു വർഗീസിനും സൗബിൻ ഷാഹിറിനും സിജു വിൽസനും ഇനിയും ഒരു വലിയ തിരിച്ചുവരവ് സാധ്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 3 പേരിൽ ഏറ്റവും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധ്യതയുള്ള നടൻ ആരാണ്? കമന്റ് ചെയ്യൂ.